നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലെ 5-ാം അധ്യായത്തിലെ 12-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1-ാമത്തെ ശ്ലോകം: ഔപമന്യവ കം ത്വമാത്മാനുപാസ ഇതി ദിവമേവ ഭഗവോ രാജന്നിതി ഓവാച ഇവ വൈ സുതേജ ആത്മാ വൈശ്വാനരോ യം ത്വമാത്മാനുമുപാസേ തസ്മാത് തവ സുതം പ്രസുതമാസുതം കുലേ ദൃശ്യത്തെ. ഔപമന്യവ, നിങ്ങൾ ആത്മനായി ആരെയാണ് പൂജിക്കുന്നത്? സ്വർഗത്തെ, രാജാവേ. അദ്ദേഹം പറഞ്ഞു, പ്രാപഞ്ചിക ആത്മൻ തീർച്ചയായും നീ ആത്മനായി പൂജിക്കുക. ആ തിളങ്ങുന്ന പ്രഭയുള്ളവൻ ആണ്. അതുകൊണ്ട് സോമനെ, നിന്റെ കുടുംബത്തിൽ തുടർച്ചയായി പുറത്ത് പ്രകടമാവുന്ന സുതൻ ആണ്. 2-ാമത്തെ ശ്ലോകം: അസ്യന്നം പശ്യസി പ്രിയമത്യന്നം പശ്യതി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേന ഏതമവാത്മനം വൈശ്വാനരമുപാസ്തേ മൂർധാ ത്വേഷ ആത്മന ഇതി ഹോവാച മൂർധാ തേ വ്യാപതിഷ്യദ്യന്മാം മാഗാമിഷ്യ ഇതി. നീ ഭക്ഷണം കഴിക്കുന്നു, നീ സന്തോഷിക്കുന്നത് കാണുന്നു. അദ്ദേഹം ഭക്ഷിക്കുന്നു, സന്തോഷം നൽകുന്നത് കാണുന്നു. ഇങ്ങനെ പ്രാപഞ്ചിക ആത്മനെ പൂജിക്കുന്ന അദ്ദേഹം ഉള്ള കുടുംബത്തിൽ വിശുദ്ധ ജ്ഞാനം പ്രകടമാകുന്നു. പക്ഷേ ആത്മന്റെ തല മാത്രമാണിത്. അദ്ദേഹം പറഞ്ഞു, നിന്റെ തല വീണു പോകുമായിരുന്നു എന്നിലേക്ക് വന്നില്ലെങ്കിൽ. അപ്പൊ ക്രമേണ നമ്മളെ ആഴത്തിലുള്ള ആ തത്വമായിട്ട് ഛാന്തോഗ്യ ഉപനിഷത്ത് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഗൃഹസ്ഥാശ്രമം ആണ് ഏറ്റവും പ്രധാനം. ഗൃഹസ്ഥാശ്രമികളാണ് മിക്കവാറും സന്യാസികളെ ഉപദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഉപനിഷത്തുക്കളെ നോക്കിയാൽ അറിയാം, ആരും നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന സന്യാസിമാരല്ല. ബാബുജി മഹാരാജ് സന്യാസി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ തലത്തിലാണ് റെനൗൺസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലാതെ ശരീരത്തിൽ നിന്ന് ഒളിച്ചോടും, ശരീരത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഒളിച്ചോടില്ല. ഈ ശരീരം മലിനമാണ്, മലമൂത്രം എന്ന് പറഞ്ഞതാണ്, വൃത്തികെട്ടതാണ്, ഈ തരത്തിലാണ് നമ്മളെ സ്പിരിച്വൽ പല പാതകളും പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെ ഉപേക്ഷിക്കുക, ഇതിനെ ചാട്ടവാറിട്ടടിക്കുക, മുള്ളിട്ട് കുത്തുക, കുടുംബം വിട്ടു പോവുക, നമ്മൾ ഒരിക്കലും ഇവിടെ സന്തോഷിക്കരുത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സമ്പ്രദായമുണ്ട്. ഈശ്വരൻ തന്നതാണ് ഇതെല്ലാം. ഞാൻ ഈ അടുത്ത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ടീച്ചറെ കാണേണ്ടേ സംസാരിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞങ്ങള് പഠിപ്പിക്കുന്നത് എൻജോയ് ചെയ്യാനാണ് പഠിച്ചത്. ഈശ്വരൻ തന്നാണ്, അത് നല്ലോണം ഭക്ഷണം കഴിക്കുക, എൻജോയ് ചെയ്യുക. രണ്ട് എക്സ്ട്രീംസ് ആണ്, അതാണ് മെറ്റീരിയൽ, സ്പിരിച്വൽ. അപ്പൊ രണ്ടിലും ഈശ്വരൻ എന്നുള്ള പദം പലരും ഉപയോഗിക്കും, ചിലർ ഉപയോഗിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്കും തത്വം അറിയുന്നുണ്ടെങ്കിൽ ആരാണ് എൻജോയ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. എവിടെയാണ് എൻജോയ്മെന്റ്? ഇതാണ് ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ ആരാണ് എൻജോയ് ചെയ്യുന്നത്? എൻ്റെ ഉള്ളില്, എൻ്റെ മനസ്സിലാണ് എൻജോയ്മെന്റ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാവില് രുചി ഉണ്ടാവും, ഇറക്കി കഴിഞ്ഞാൽ പിന്നെ സ്വാദൊന്നുമില്ല, പിന്നെ അത് മലമായി പോകുന്നവർ നമ്മൾ അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ നാവിന്റെ തുമ്പത്ത് മാത്രമേ ഐസ്ക്രീമിന് സ്വാദുള്ളൂ. പഞ്ചാര പായസം വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റി അമ്മ പറയാറുണ്ട്, എത്ര കയ്യിൽ കോമ്പറ്റീഷനാണ് പഞ്ചാര പായസം കുടിക്കാൻ. അവസാനം ഒരാള് മതിയാവാതെ, അത്രയും സ്വാദ്, അവർ ഞാൻ കിടക്കാം, എന്റെ വായലേക്ക് ഒരു കൈയിലോണ്ട് ഒഴിക്കുക, മറ്റേ കൈയിലോട്ട് കോരിക്കളയാൻ പറഞ്ഞു. ഇവിടെയാണ് ടേസ്റ്റ്. എനിക്കറിയുന്ന എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ടേസ്റ്റർ ആയിരുന്നു, ആൽക്കഹോൾ നിർമ്മിക്കുന്ന കമ്പനി, ലിക്വർ നിർമ്മിക്കുന്ന കമ്പനിയിൽ. അദ്ദേഹം ഞാൻ ടേസ്റ്ററാണ്, കുറച്ച് കുടിക്കേണ്ടി വരുന്നു എന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞു. അപ്പോൾ സീനിയറായിട്ട് പ്രിസപ്റ്റർ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് വായിലിട്ട് തുപ്പിക്കളയുന്നില്ലേ? കുടിക്കുകയാണ്. അപ്പൊ അതിനോട് താല്പര്യം ഉണ്ടതല്ലേ. അപ്പൊ ടേസ്റ്റ് നാവിലാണ്, നമ്മൾ അതിനെ ഉള്ളിലേക്ക് ഇറക്കാനുള്ള താല്പര്യം, കൂടുതൽ വേണമെന്നുള്ള താല്പര്യം, അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് കാര്യം സ്വീകരിക്കും അത് പ്രസാദത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കുക. സന്തോഷം അനുഭവിക്കണം, ഈശ്വരൻ തന്നതാണ്, അതിനെ വേണ്ട രീതിയിൽ, വേണ്ട മാത്രയിൽ ഉപയോഗിക്കുക. അതാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്, നിങ്ങളുടെ തൊടിയിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാം, പക്ഷെ കൂട്ടി വെക്കരുത്, ബാക്കിയുള്ളവരും എടുക്കട്ടെ. അത് എൻ്റെ മുമ്പിൽ ഭക്ഷണം വന്നിട്ടുണ്ട്, സമാധാനമായിട്ട് ശാന്തമായിട്ട് നിരന്തര സ്മരണ, ഈശ്വരൻ തന്നാണ്, അതിന്റെ സ്വാദം മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ കഴിക്കുക. ഒരുപാട് കഴിക്കല്ലേ, എൻ്റെ ശരീരത്തിന് ആവശ്യം മനസ്സിലാക്കിയിട്ട്. എന്നാൽ നാവിന് രുചി വേണം. അതുപോലെ നല്ല ശബ്ദങ്ങൾ കേൾക്കാൻ തെറ്റായിട്ടുള്ള കാര്യമില്ല. പാട്ട് കേൾക്കുന്നതൊക്കെ മോശമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് നമ്മളെ എന്താ പറയുക, ഇന്ദ്രിയ തലത്തിലേക്ക് നയിക്കും. പാട്ട് കേൾക്കുന്നത് മോശമൊന്നുമില്ല. സംഗീതം ഈശ്വരന്റെ സംഗീതത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഭക്തിയിലിരിക്കണം, ത്യാഗരാജ സ്വാമിനെ പോലെ. കാഴ്ചകൾ കാണുമ്പോൾ ഒരു ഡാൻസ് കാണുന്നത് മോശമല്ല, ബാബുജി മഹാരാജ് പറയുന്നത്, പക്ഷെ അത് ഈശ്വരന്റെ റിഫ്ലക്ഷനാണ്. ഏറ്റവും വലിയ ഡാൻസർ ഭഗവാൻ തന്നെയാണ്, നടരാജൻ നാട്യകലയുടെ ആചാര്യനാണ്. ഭാഷയുടെ ആചാര്യനും ഭഗവാൻ ശിവൻ തന്നെയാണെന്നാണ് പറയുന്നത്, മാഹേന്ദ്ര സൂത്രം. അപ്പൊ എല്ലാം നമ്മൾ ഡിവിനിറ്റി ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വേണ്ടാത്തത് തോന്നില്ല. സന്തോഷിക്കേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല, നമ്മൾ സന്തോഷിക്കണം. അതിനു വേണ്ടി തന്നെയാണ് നമ്മളോട് വന്നിട്ടുള്ളത്. ഈ ലോകത്തിലുള്ള എല്ലാ വിഭവങ്ങളെയും നമ്മൾ സ്വീകരിക്കുക. അപ്പൊ അതില് നമുക്ക് മോശപ്പെട്ട കാര്യങ്ങളുണ്ടാവും, ഇപ്പോൾ ദുർഗന്ധങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. ചാരിജി മഹാരാജ് പറഞ്ഞു, ദുർഗന്ധമില്ല, നിങ്ങൾക്ക് ദുർഗന്ധമായിരിക്കാം, പക്ഷെ വേറെ പുഴുക്കൾക്കൊക്കെ അത് സുഗന്ധമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേറെ ആൾക്ക് ചിലപ്പോൾ അത് സുഖകരമായി തോന്നില്ല. ഒരു കല്യാണത്തിന് എടുത്തു പോയി നോൺ വെജിറ്റേറിയൻ ഫുഡാണ് സെർവ് ചെയ്യുന്നത്, അവരത് വളരെ സന്തോഷമായിട്ട് കഴിക്കുന്നു, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ബഹുമാനത്തോട് പറയും, എനിക്ക് വേണ്ട, ഞാൻ പോവാണ്, അവര് കഴിച്ചോട്ടെ. അപ്പൊ നമുക്ക് നല്ലത് എന്താണ്, എന്റെ എവല്യൂഷൻ എന്താണ്, അതെപ്പോഴും ചൂസ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. എല്ലാം കാണുക, എല്ലാം മനസ്സിലാക്കുക, എല്ലാത്തിനും ബ്ലസ് ചെയ്യുക. മഹാത്മാഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തിയപ്പോ മഹാത്മാഗാന്ധി അനുഗ്രഹിച്ചുകൊണ്ടാണ് അത്ര മരിച്ചത്. അങ്ങനെ പറയുന്നുണ്ട്. ഹേറാം എന്ന് പറയുക മാത്രമല്ല, ബ്ലസ് ചെയ്യുന്നു എന്നാണ്. അതായത് ഈ ലോകത്തുനിന്ന് പുറത്തേക്ക് പോവാൻ ഉള്ളൊരു മാർഗം ഒരുക്കിയ മഹാനാണ്. അപ്പൊ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഒരു നിമിത്തം ആണ് അർജുന നീ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അർജുന എത്ര വരെ കൊന്നു, അത് തെറ്റാവുന്നില്ല. നീ അങ്ങനെ ചെയ്യുമ്പോൾ, എന്നെ സ്മരിച്ച് ചെയ്യുമ്പോൾ തെറ്റല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അവര് സ്മരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്മരിക്കാമല്ലോ. എന്നെ ഒരാള് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്മരണയോടെ ഇരിക്കുകയാണെങ്കിൽ അത് ഈശ്വരൻ തരുന്നതാണ്. അപ്പൊ ഞാനത് ആനന്ദത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത് വെച്ചാൽ പഠിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അവരെ അനുഗ്രഹിക്കുക, അവരും ഈ പാതയിൽ മുന്നോട്ട് വരട്ടെ. അപ്പൊ ഇതാണ് ഗൃഹസ്ഥാശ്രമത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. ഗൃഹസ്ഥാശ്രമത്തിൽ ഈ ഒരു അത്ഭുതം നടക്കുന്നു.
നമ്മൾ ഇവിടുന്ന് ഒളിച്ചോടി അത് ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് കാഷായ വസ്ത്രം ധരിക്കുന്നത് തെറ്റാന്നല്ല, അല്ലെങ്കിൽ സന്യാസാശ്രമം മോശമെന്നല്ല. പക്ഷെ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മിസ് ചെയ്തിട്ടുള്ള ജീവിതം വളരെ കഷ്ടമാണെന്നാണ് തോന്നുന്നത്. രണ്ട് സെക്സസ് മാത്രമേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും. പിന്നെ കുട്ടികളുണ്ട്, ചെടികളുണ്ട്, മരങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്. എല്ലാം നമ്മൾ കാണുക, അനുഭവിക്കുക. എനിക്ക് ആവശ്യമുള്ളത് എടുക്കുക, എന്റെ സ്പിരിച്വൽ, എന്റെ ഉള്ളിലേക്ക് നോക്കുക. കാരണം അനുഭവിക്കുന്ന ആളുടെ ഉള്ളിലാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തല വീണു പോകുന്നതാണ് പറഞ്ഞത്. അതായത് തിരിച്ചിവിടെ തന്നെ വരുന്നത്. ഇപ്പൊ രണ്ട് തരത്തിലായാലും, ഇവിടുന്ന് ഒളിച്ചോടിയാലും അത് ഇവിടെ വല്ലാണ്ട് അട്രാക്ട് ആയാലും നമുക്ക് തിരിച്ചിവിടെ തന്നെ വരേണ്ടി വരും എന്നുള്ള ഒരു തത്വമാണ് ഛാന്തോഗ്യോപനിഷത്ത് ഇവിടെ പറയുന്നത്. ഇത്രയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് ഇനിയുള്ള ഡിസ്കഷൻ മാറ്റിവെക്കാം. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.